പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ശബരിമലയ്ക്ക് പോകണം കേട്ടോ. ശബരിമല കാഴ്ചയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല പോകുന്നത്, ഞാനും നമ്മുടെ ചങ്കിൻ്റെ അച്ഛനുണ്ട്. മൊത്തം 3 പേരായിട്ട് പോകുന്നത്. ഇന്നൊരു ശനിയാഴ്ച ദിവസമാണ്. ഞങ്ങൾ ബസ്സിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് കേട്ടോ. ഇവിടുന്ന് 6:50 പുറപ്പെടുന്ന ബസ്സിന് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ബസ്സെത്തി. ഇതൊരു സ്പെഷ്യൽ സർവീസാണ് കേട്ടോ. ഈ ബസ് പോകുന്ന വഴിയെന്ന് പറഞ്ഞാൽ ആലപ്പുഴ, അമ്പലപ്പുഴ, തിരുവല്ല, പത്തനംതിട്ട. ഇത് ചേർത്തല ഡിപ്പോയുടെ വണ്ടിയാണ്, പക്ഷെ തുറവൂരിൽ നിന്നാണ് തുടങ്ങുന്നത്. അങ്ങനെ നമ്മുടെ യാത്ര ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് 290 രൂപയായി. സ്പെഷ്യൽ സർവീസ് കൊണ്ട് നല്ല റേറ്റാണ്. അങ്ങനെ നമ്മൾ ചേർത്തല എത്തിയിരിക്കുകയാണ് കേട്ടോ. ചേർത്തല ബസ് സ്റ്റേഷനിലേക്ക് നമ്മുടെ ബസ് പ്രവേശിച്ചിരിക്കുകയാണ്. ഇവിടെ 2 ബസ് കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബസ്സിനകത്ത് അയ്യപ്പന്മാർ മാത്രമല്ല, അല്ലാത്ത ആളുകളുണ്ട്. പല പല ജോലിക്കൊക്കെ പോകുന്നവരുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ബസ് ആലപ്പുഴ ബസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കാൻ. ഇവിടെ ഒരു കഥകളി കിടക്കുന്ന ചിത്രമൊക്കെ ഉണ്ട്. കൊള്ളാം, ഇഷ്ടപ്പെട്ടു. സമയം ഇപ്പോൾ ഏകദേശം ഒരു 7:50 കഴിഞ്ഞിട്ടുണ്ട്. 8 മണിയോടെ അടുത്തിരിക്കുന്നു. ഈ ഭാഗത്തേക്ക് കൂടുതലും ആലപ്പുഴയുടെ ഒരു കിഴക്കൻ മേഖലയിലേക്കുള്ള ബസ്സുകളൊക്കെ ഈ സൈഡിൽ കിടക്കാറ്. അങ്ങനെ നമ്മൾ ആലപ്പുഴ ബൈപ്പാസിൻ്റെ സൈഡിലേക്ക് എത്തിയിരിക്കുകയാണ്, കളർ റോഡിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സൈഡിൽ കാണുന്ന ആലപ്പുഴ ജില്ലയുടെ ഏക മാളായ റിലയൻസ് മാളാണ് കേട്ടോ കാണുന്നത്. തൊട്ടപ്പുറത്ത് മദ്രാസ് വെജിറ്റബിൾസ് ഉണ്ട്. നമുക്ക് മുന്നോട്ട് പോവാം. അങ്ങനെ നമ്മൾ അമ്പലപ്പുഴ എത്തിയിരിക്കുന്നുണ്ട്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൻ്റെ ഒരു ഇതായിട്ടാണ് കണ്ടത്. കാണിക്ക വെച്ചാണ് കണ്ടത് നേരത്തെ. അങ്ങനെ നമ്മൾ അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ കൂടെയായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ ദിവസം തിരക്കായി വരുന്നുണ്ട്. കടകളൊന്നും തുറന്നിട്ടില്ല. സമയം ഒരു 8:30 കഴിഞ്ഞിട്ടുണ്ട്. ചില കടകളൊക്കെ തുറന്നിട്ടുണ്ട് കേട്ടോ. ബസ്സൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൻ്റെ മുൻവശം ഇപ്പോൾ നമ്മൾ കാണും. ഇപ്പം എത്തും കേട്ടോ. ഇപ്പം എത്തും. അതാ തന്നെ നമുക്ക് ദൂരെ നിന്ന് കണ്ടു. അത് തന്നെ അമ്പലപ്പുഴമൊക്കെ ഉള്ള ആ സൈഡിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. ഇവിടെ കണ്ടില്ലേ, നല്ല തിരക്കാണ്. എന്തായാലും തിരക്കായി വരുന്നുണ്ട് ഇവിടെ. പിന്നെ നമ്മൾ അമ്പലപ്പുഴ തിരുവല്ലയ്ക്ക് പോകുന്ന വഴി ഇതുപോലത്തെ കാഴ്ചകളാണ് കേട്ടോ. പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകളായിരിക്കും കൂടുതൽ. കാരണം കുട്ടനാടിൻ്റെ സൈഡാണല്ലോ. അങ്ങനെ നമ്മൾ ഇടത്ത് ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. അവിടെ ഒരു വർക്ക്ഷോപ്പ് പോകാനൊക്കെ കിടപ്പുണ്ട്. തൊട്ടപ്പുറത്ത് വേറൊരു ബസ് കിടപ്പുണ്ട്. അത് ഏത് വർക്ക്ഷോപ്പ് ഡിപ്പോടെയാണ്? ചേർത്തല ഡിപ്പോടെ കേട്ടോ. നമ്മൾ ഇറങ്ങുന്നത് ഇങ്ങനത്തെ കാഴ്ചകളാണ്. കായൽ കാഴ്ചകളാണ് ഇവിടെ കാണുന്നത്. കണ്ടില്ലേ, മനോഹരമായ കായൽ കാഴ്ചകളാണ്. അങ്ങനെ നമ്മൾ ഇടത്തോ ടൗണിലേക്ക് തിരിക്കുകയാണ് കേട്ടോ. തിരക്ക് ക്രമാതീതമായി കൂടിക്കൂടി വരികയാണ് ഇവിടെ. അങ്ങനെ നമ്മൾ ചക്കുളത്തുകാവ് ദേവീക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തിരിക്കുകയാണ്. ഇതൊരു അയ്യപ്പന്മാരുടെ വണ്ടി വരുന്നുണ്ട് കേട്ടോ. നല്ല പാട്ടൊക്കെ വെച്ച് നല്ല മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ പാലം ക്രോസ് ചെയ്ത് നമ്മൾ പത്തനംതിട്ട ജില്ലയിലേക്ക് പ്രവേശിക്കാൻ പോകട്ടോ. നമ്മളിപ്പോൾ തിരുവല്ല ലക്ഷ്യമാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ തിരുവല്ല ടൗണിലെത്തി കേട്ടോ. തിരക്ക് നല്ലോണം കൂടി വരും. ഇവിടെ കടകളൊന്നും കുറച്ചേ തുറന്നിട്ടുള്ളൂ. കുറച്ച് കടകളൊക്കെ ഇപ്പോഴും അടച്ചിട്ടേക്കാണല്ലോ. കണ്ടില്ലേ, കടകളൊക്കെ തുറന്നു വരുന്നുള്ളൂ ഈ സമയത്തോടെ. ക്രമാതീതമായിട്ട് ഇവിടെ തിരക്ക് കണ്ടില്ലേ, വാഹനങ്ങളുടെ തിരക്ക് ഇവിടെ കൂടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തിരുവല്ല KSRTC ബസ് സ്റ്റാൻഡിലേക്ക് കയറിയിരിക്കുകയാണ് കേട്ടോ. നല്ല അത്യാവശ്യം നല്ല മനോഹരമായിട്ട് പണിഞ്ഞിരിക്കുന്ന KSRTC ബസ് സ്റ്റാൻഡിലുള്ളതാണ് തിരുവല്ല KSRTC ബസ് സ്റ്റേഷൻ. ഇവിടെ അത്യാവശ്യം വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ.
നമ്മൾ അപ്പുറത്തെ സൈഡിലൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, അവിടെയാണ് വണ്ടി കൊണ്ട് കയറ്റുന്നത്. അവിടെ വണ്ടി കയറാനുള്ള തിരക്കൊക്കെ ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ. അവിടെ വേറെ ബസ്സുകളൊക്കെ ഉണ്ട്. അവിടെ അയ്യപ്പൻ്റെ ഫോട്ടോ ഒക്കെ വെച്ച് വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, മാലയൊക്കെ ഇട്ട്. അതിപ്പോൾ മണ്ഡലകാലമായി കഴിഞ്ഞാൽ മിക്ക ബസ് സ്റ്റേഷനിൽ പോയാൽ നമുക്കത് കാണാൻ സാധിക്കും കേട്ടോ, പ്രത്യേകിച്ച് ഈ ഏരിയയിൽ. അപ്പോൾ ഉണ്ടല്ലേ, ഇവിടെ ഇപ്പോൾ നമ്മുടെ വണ്ടിയിൽ അത്യാവശ്യം ആൾക്കാർ ഇവിടെ നിന്ന് കയറുന്നതാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ്. നമ്മുടെ വണ്ടിയിലുള്ള കുറച്ച് പേരോടെ ഇറങ്ങി കേട്ടോ. അങ്ങനെ നമ്മൾ തിരുവല്ലയിൽ നമ്മൾ ലെഫ്റ്റ് എടുത്ത് കോഴഞ്ചേരി ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കോഴഞ്ചേരിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പത്തനംതിട്ട ടൗണിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് കേട്ടോ. പത്തനംതിട്ട KSRTC ബസ് സ്റ്റേഷനിലേക്ക് നമ്മുടെ ബസ് പ്രവേശിക്കാൻ പോവുകയാണ്. അപ്പോൾ അത്യാവശ്യം ബസ്സുകളൊക്കെ പാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല തിരക്കുമുണ്ട്. അപ്പോൾ പുറകെ കാണുന്ന ഒരു മലനിര എന്ന് പറഞ്ഞാൽ ചുട്ടിപ്പാറയുണ്ട്. ചുട്ടിപ്പാറ എന്നാണ് വ്യൂ പോയിൻ്റ് പേര്. നമ്മുടെ ബസ് നേരെ ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്യും. ഇവിടെ ഫുഡ് കഴിക്കാൻ നിർത്തുമെന്നും അറിയില്ല, നമുക്കൊന്ന് എങ്ങനെ നമുക്ക് നോക്കാം എങ്ങനെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ബസ് ഇവിടെ നിന്ന് എടുത്തിരിക്കുകയാണ് കേട്ടോ, ഫുഡ് കഴിക്കാൻ നിർത്തിയില്ല. ഇനി ഈ ബസ്സിനകത്ത് അയ്യപ്പന്മാർ മാത്രമേ ഉണ്ടാകത്തുള്ളൂ, കുറച്ച് പേര് മാത്രം, അല്ലാത്ത കുറച്ച് പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. അയ്യപ്പന്മാരായിരിക്കും ബസ്സിനകത്ത് ഇനി കൂടുതൽ, 99% അയ്യപ്പന്മാരാണുള്ളത് അതിനകത്ത്, ബസ്സിനകത്ത്. അങ്ങനെ പത്തനംതിട്ട ബസ് സ്റ്റേഷനിൽ നിന്ന് ബസ് പുറപ്പെട്ടിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 69 കിലോമീറ്ററോളമുണ്ട് പമ്പയിലേക്ക്. അങ്ങനെ നമ്മുടെ ബസ് വടശ്ശേരിക്കരയിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ കണ്ടില്ല, ഇങ്ങനത്തെ കാഴ്ചകളാണ്. ഇവിടെ നല്ല തിരക്കാട്ടോ, അയ്യപ്പന്മാരുടെ വാഹനങ്ങളുടെ തിരക്ക്. ഇവിടെ അയ്യപ്പ സേവാ സംഘത്തിൻ്റെയൊക്കെ ഒരു ബോർഡൊക്കെ വെച്ചൊരു കെട്ടിടമൊക്കെ ഉള്ളത്. ഇനി അങ്ങോട്ടൊക്കെ അയ്യപ്പന്മാരുടെ വാഹനങ്ങളായിരിക്കും കൂടുതലൊക്കെ കാണാൻ സാധിക്കുക. അങ്ങനെ നമ്മുടെ ബസ് പെരുന്നാട് വലിയ പാലം കടന്ന് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിലൊരു KSRTC ബസ്സൊക്കെ വരുന്നുണ്ട്. ഇത് ചെങ്ങന്നൂർക്ക് പോകുന്ന KSRTC കേട്ടോ. നമുക്ക് ചെങ്ങന്നൂരുണ്ട്, ഇവിടെ നിന്ന് ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്കാണ് ബസ് പോകുന്നത്. ചെങ്ങന്നൂരിനാണ് ഏറ്റവും അടുത്ത് റെയിൽവേ സ്റ്റേഷൻ. ചെങ്ങന്നൂരിൽ നിന്ന് 93 കിലോമീറ്റർ ഉണ്ട് പമ്പയിലേക്ക്. ഇനി അങ്ങോട്ടേക്ക് അയ്യപ്പന്മാരുടെ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പോകുന്നത് കാണാൻ സാധിക്കുന്നു. അതവിടെ അവർ പാചകമൊക്കെ ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, അയ്യപ്പന്മാർ തന്നെ അത്.
എൻ്റെ ഒരു രസമല്ലേ, മനോഹരമായൊരു വ്യൂ ആട്ടോ ഇവിടുന്ന് ബസ്സിൻ്റെ പുറത്ത് മലനിരകളുടെ ആ ഒരു പച്ചപ്പും ആ ഒരു വളവ് തിരിഞ്ഞാൽ പോക്കും. ഇവിടെ കണ്ടില്ലേ, ഇവിടെ അത്യാവശ്യം പൈനാപ്പിൾ കൃഷിയാണ് കേട്ടോ കൂടുതൽ നമ്മൾ കണ്ടുവന്നിടത്തോളം. കണ്ടില്ലേ, ഇവിടെ പൈനാപ്പിൾ കൃഷിയാണ് കൂടുതൽ, സൈഡിൽ പൈനാപ്പിൾ നട്ടിട്ടുണ്ട് ഇവിടെ. എന്ത് മനോഹരമായിട്ടുള്ള കാഴ്ചയാണല്ലേ, നല്ല വ്യൂ ആട്ടോ. എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇത് നമുക്ക് ഇതുപോലത്തെ കാഴ്ചകൾ മുന്നോട്ട് നമുക്ക് കൂടുതൽ വാർത്ത് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ലാഹയിലെത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ബസ് ഇവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് നിർത്തിയിരിക്കുകയാണ്, സിന്നസ് ഹോട്ടലിൽ. അപ്പോൾ നമുക്ക് രാവിലത്തെ ഭക്ഷണം കഴിക്കാം. എല്ലാവരും ഇവിടെ നിന്ന് തന്നെയായിട്ട് ഭക്ഷണം കഴിക്കണം. അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാം. അപ്പോൾ നമ്മളിവിടെ പതിവ് തെറ്റിക്കാറില്ല, ഞാൻ കഞ്ഞിയും കപ്പയാണ് കഴിക്കാറ്. ചെറുപയറുണ്ട്, അച്ചാറുണ്ട്, മുളകുണ്ട്, കഞ്ഞിയുണ്ട്, കപ്പയുണ്ട്. അൺലിമിറ്റഡാണ്. ഇതിന് 70 രൂപ. നല്ല കിഡിലും ടേസ്റ്റ്, ഒരു രക്ഷയില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ബസ് ഇവിടെ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ടേക്ക് ഇതുപോലെ ഹോട്ടലുകളൊക്കെ കാണാൻ പറ്റും. കണ്ടില്ല, KSRTC ബസ്സുകൾ ഇവിടെ നിർത്തിയിട്ടുണ്ട്. അത് ഓരോ ബസ്സിനും അങ്ങനെയാണ്, ഓരോ സ്പോട്ട് നോക്കിയൊരു ചവിട്ടും, നല്ലൊരു സ്പോട്ട് നോക്കിയൊരു ഭക്ഷണം കഴിയാനായിട്ട് ചവിട്ടും. ഇവിടെ കേരള പോലീസിൻ്റെ ഒരു വണ്ടി കിടപ്പുണ്ട്, ഫയർ ആൻഡ് റെസ്ക്യൂൻ്റെ. ഇതാ അങ്ങനെ നമ്മൾ എലവങ്കൽ ചെക്ക് പോസ്റ്റിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഈ ഭാഗത്തു നിന്നാണ് ശരിക്കും ഇതൊരു ജംഗ്ഷൻ പോലത്തെ ചെക്ക് പോസ്റ്റാണ്. അതായത് കോട്ടയം ഭാഗത്തു നിന്ന് വരുന്ന വണ്ടികളും പത്തനംതിട്ട ഭാഗത്തു നിന്ന് വരുന്ന വണ്ടികളും ഒരുമിച്ച് ഇവിടെ വന്നിട്ട് കൂട്ടിച്ചേർന്നിട്ടാണ് ബാക്കി നിലയ്ക്കൽ ഭാഗത്തേക്ക് പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ നിലയ്ക്കൽ ബേസ് ക്യാമ്പിലേക്ക് നമ്മുടെ ബസ് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇനി ഇവിടുന്ന് 20 കിലോമീറ്റർ ഉള്ളു പമ്പയ്ക്ക്. ഒരു കവാടം കണ്ടില്ലേ, ശിവൻ്റെ ഒരു സ്തൂപമുള്ള പ്രതിമയുള്ളൊരു കവാടം. നല്ല രസമുണ്ട് ഇവിടെ കാണാനായിട്ട്. അതിൻ്റെ പുറകിലത്തെ കാഴ്ചകളാണെങ്കിൽ ഇവിടെ ഒരു പെട്രോൾ പമ്പൊക്കെ ഇട്ട് കേട്ടോ, ഇന്ത്യൻ ഓയിലിൻ്റെ. അപ്പോൾ മുന്നോട്ട് നമുക്ക് കാഴ്ചകളുണ്ടോ നോക്കാം. ഇനി അങ്ങോട്ടേക്ക് അയ്യപ്പന്മാരുടെ വണ്ടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ കൂടുതൽ. അവിടെ നിന്നൊരു ഓട്ടോ വരുന്നുണ്ട്, നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട്, നല്ല രസമുണ്ട്, വെറൈറ്റി ആയിട്ടുണ്ട്. ആ പുറകെ വരുന്ന ബസ്സുകളെന്നൊക്കെ പറഞ്ഞാൽ കൂടുതലും നിലയ്ക്കൽ പമ്പ ചെയിൻ സർവീസ് ആണ്. ഓക്കെ, ഫാസ്റ്റ് പാസഞ്ചർ ഒഴിച്ച്. അപ്പോൾ നമ്മുടെ മുന്നിലൊരു നിലയ്ക്കൽ പമ്പ ചെയിൻ സർവീസ് ബസ് നമ്മുടെ മുമ്പിൽ പോകുന്നുണ്ട്. നമ്മളതിൻ്റെ പുറകെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വനാന്തരീക്ഷം കേട്ടോ. അങ്ങനെ നമ്മൾ പമ്പയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പമ്പയിലെത്തിയിരിക്കുകയാണ് കേട്ടോ. പമ്പയിലേക്ക് എത്തിയിരിക്കുകയാണ്. പിന്നെ നമ്മൾ ബസ് പമ്പ ത്രിവേണിയിൽ അങ്ങോട്ടേക്ക് പോകും. അവിടെ നിന്നാണത് റൗണ്ട് അടിച്ച് തിരിച്ച് പമ്പ KSRTC സ്റ്റാൻഡിലേക്ക് വരുന്നത്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ മൊത്തം നിലയ്ക്കൽ പമ്പ നിലയ്ക്കൽ ചെയിൻ സർവീസിൻ്റെ അതാണ് കൂടുതൽ ഇവിടെ ഉള്ള. അല്ലാത്ത ബസ്സുകളൊക്കെ ഇവിടെ ഒന്ന് നിർത്താറുണ്ട്. അങ്ങനെ നമ്മുടെ ബസ് ഇവിടെ ആ പാർക്കിംഗ് ഗ്രൗണ്ടിനകത്ത് എത്തിയിരിക്കേണ്ടത്. അവിടെ കാട്ടുപന്നികളൊക്കെ ഉണ്ടതാണ്. അപ്പോൾ ആ റൗണ്ടിൻ്റെ അവിടെ നമ്മുടെ ബസ് ഇവിടെ എത്തിയിരിക്കേണ്ടത്. റൗണ്ട് അടിച്ച് തിരിച്ച് നിർത്തും വണ്ടി. കണ്ടല്ലേ, നേരെ പോകുന്നത് ഹിൽ ടോപ്പ് പാർക്കിങ്ങിലേക്കാണ്. ആ ബസ് തിരിയുന്നവരെ നമ്മുടെ ബസ് ഇവിടെ തിരിച്ച് ഒരു നിർച്ച് ഒരു പോയിൻ്റ് അവിടെ നിർത്തും.
അങ്ങനെ നമ്മൾ പമ്പയിൽ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. നല്ല തിരക്കുണ്ട്. ഇന്ന് ശനിയാഴ്ച ദിവസം ഞാൻ പറഞ്ഞില്ലായിരുന്നു, നല്ല തിരക്കുണ്ട് കേട്ടോ അവിടെ നിന്ന്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം എങ്ങനെയാണെന്ന്. ജനപ്രവാഹം തന്നെ ഇത്, ഭയങ്കര തിരക്കാണ് കേട്ടോ. അതിൽ ആൾക്കാരെ കിടന്ന് കുളിക്കുന്നതൊക്കെ ഉണ്ട്. പമ്പ സ്നാനമാണല്ലോ, അപ്പോൾ നമുക്കും അവിടെ പോയി കുളിക്കണം, എന്നിട്ടാണ് മല കയറാനാണ്. അങ്ങനെ നമ്മുടെ പമ്പ സ്നാനം കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ കണ്ടില്ലേ, സമയം ഉച്ചയായിട്ട് നല്ല തണുപ്പാണ് വെള്ളത്തിന്. സമയം ഏകദേശം ഒരു 2 മണിക്ക് അടുത്തുണ്ട്. പക്ഷേ നല്ല വെള്ളത്തിൻ്റെ തണുപ്പെന്ന് പറഞ്ഞ രക്ഷയില്ല, ഭയങ്കര ഐസിൻ്റെ തണുപ്പാണ്. അങ്ങനെ നമ്മൾ ഉച്ചക്കത്തെ ഭക്ഷണം കേട്ടോ നമ്മൾ കഴിക്കാൻ വന്നത്. ചപ്പാത്തിയും കടലക്കറി സാമ്പാർ. ഭക്ഷണമൊക്കെ ആവറേജ് ആയിരുന്നു. ആ കാണുന്ന കടയിൽ നിന്നാണ് ഫുഡ് കഴിച്ച് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ നമ്മൾ ആ പമ്പ ഗണപതി ക്ഷേത്രത്തിന് അങ്ങോട്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ മലകയറ്റം കൂടെ തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഗണപതി ക്ഷേത്രത്തിൻ്റെ മുൻവശത്തേക്കാണ് നമ്മൾ കയറി ചെല്ലാൻ പോകുന്നത്. അയ്യപ്പന്മാർ നല്ല തിരക്കുണ്ട്. അങ്ങനെ നമ്മൾ പമ്പ ഗണപതി ക്ഷേത്രത്തിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ജനപ്രവാഹം തന്നെയാണ്, ആൾക്കാർ തിരക്ക് കൂടിക്കൂടി വരികയാണ്. ഇവിടെ കണ്ടൊരു കാഴ്ച എന്ന് വെച്ചാൽ നമ്മുടെ കുരങ്ങന്മാർ അവിടെ നിന്ന് വേസ്റ്റ് എടുത്ത് കഴിക്കുന്ന കാഴ്ച അവിടെ കണ്ടേ. ആ ചേട്ടനോട് ലഡ്ഡുവൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, അവിടെ ഇപ്പുറത്തെ വസ്തുണ്ട്, അപ്പുറത്തെ വസ്തുണ്ട്. അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ അടിച്ച് നമുക്ക് മുന്നോട്ട് മലയോട്ടാൻ പോവാം. ഇപ്പോൾ നമ്മൾ വിർച്വൽ ക്യൂവിൻ്റെ ഒരു പോയിൻ്റ് ഉണ്ട്, വിർച്വൽ ക്യൂവിൻ്റെ പാസ് കാണിക്കുന്ന പോയിൻ്റ്. ഞാൻ വിർച്വൽ ക്യൂ ബുക്ക് ചെയ്തിട്ടുണ്ടാകും, ഞങ്ങളെല്ലാവരും ബുക്ക് ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ നമ്മൾ വിർച്വൽ ക്യൂവിൻ്റെ പാസ്സൊക്കെ കാണിച്ച് നമ്മൾ മല കയറാനായിട്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചെറിയ ഇറക്കമുണ്ട് താഴത്തേക്ക്, എന്നിട്ടാണ് മലകയറ്റം തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ ഒരു വെൽക്കം ബോർഡൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല തിരക്കാണ് കേട്ടോ മുന്നോട്ടേക്ക്. അപ്പോൾ നമുക്ക് മല കയറാൻ തുടങ്ങാം. നമ്മുടെ മലകയറ്റം ഇവിടെ തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ. തിരക്ക് ക്രമാതീതമായി വർദ്ധിച്ചു വരിക. എന്തൊക്കെ പറഞ്ഞാലും തിരക്ക് കൂടത്തേ ഉള്ളൂ. ഞങ്ങൾ ശരണം വിളിച്ച് നീലിമല ബോട്ടത്തിൻ്റെ ഒരു പോയിന്റ് ഉണ്ട്, പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് മല കയറാം. തിരക്ക് കൂടിക്കൂടി വരികയാണ് കേട്ടോ. ഭയങ്കര തിരക്കാണ് കേട്ടോ. അയ്യപ്പന്മാർ പല സംസ്ഥാനങ്ങളിൽ നിന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു തിരക്കുണ്ട്. പിന്നെ 41 അടുത്ത് തന്നെ ഉണ്ട്, അതിൻ്റെ ഒരു തിരക്കുണ്ട്. അപ്പോൾ മുന്നോട്ടേക്ക് മല കയറാം. ഇപ്പം നമ്മൾ ക്ഷീണം വന്നപ്പോൾ കുറച്ചുകൂടി ഇരിക്കാൻ തീരുമാനിച്ചു കേട്ടോ. നമ്മൾ ഒറ്റയടിക്ക് മല കയറരുത്, പയ്യെ വിശ്രമിച്ച് ഒക്കെ കയറാം. അവിടെ പ്രത്യേകിച്ച് ഹൃദ്രോഗം അല്ലെങ്കിൽ അങ്ങനത്തെ അസുഖങ്ങൾ ഉള്ളവർ. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു മഡ് ഹൗസൊക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് മുന്നോട്ടേക്ക് കയറാം. അങ്ങനെയാണ് നമ്മൾ നീലിമല ടോപ്പിലേക്ക് എത്തിയിരിക്കുന്നത്. ഇവിടെ ഒരു കാർഡിയോളജി സെൻ്ററൊക്കെ ഉണ്ട്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ. നമുക്ക് മുന്നോട്ടേക്ക് ഒക്കെ പോവാം. അയ്യപ്പന്മാരുടെ തിരക്ക് നല്ല രീതിയിൽ വർദ്ധിച്ചു വരുന്നുണ്ട് കേട്ടോ, നല്ല രീതിയിൽ തിരക്ക് വർദ്ധിച്ചു വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അപ്പാച്ചിമേട് ബോട്ടത്തിൻ്റെ അവിടേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ സ്റ്റെപ്പൊക്കെ ഉണ്ട് കേട്ടോ. അതാ ഇപ്പോൾ ഞങ്ങളിവിടെ ഉണ്ടേറിയൽ വഴിപാട് നടക്കുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് പോയി ഉണ്ടേറിയാം. അങ്ങനെ ഞങ്ങൾ അപ്പാച്ചിമേട് ടോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ കണ്ടില്ലേ, തിരക്ക് കൂടിക്കൂടി വരുന്നുണ്ട്, രക്ഷയില്ല കേട്ടോ. ഞങ്ങളോട് ആ കയറ്റത്തിന് ശേഷം ചെറിയൊരു നേരെയുള്ള വഴിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ശബരിപീഠത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ശരം വഴിപാട് സമർപ്പിക്കേണ്ട സ്ഥലമാണ് ശബരിപീഠം. കണ്ടില്ലേ, ഇവിടെ നല്ല തിരക്കാണ്, തിരക്ക് കൂടിക്കൂടി വരികയാണ്. അങ്ങനെ ഇവിടെ കുറച്ച് നേരം ബ്ലോക്കായിട്ടോ, നല്ല തിരക്കാണ്, മുന്നോട്ടേക്ക് ജാമായിരിക്കുകയാണ്. കണ്ടില്ലേ, അങ്ങനെ 1 മണിക്കൂർ അവിടെ നിന്നിട്ടോ. അതിനുശേഷം ക്യൂ മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി. പിന്നെയും അവിടെ തടഞ്ഞിരിക്കുകയാണ് ഭക്തരെ. നല്ല തിരക്കാണ്, അതാണ്ട് പിന്നെയും പയ്യെ നീങ്ങാൻ തുടങ്ങി. നമ്മളങ്ങനെ ശരംകുത്തി എത്തിയേ.
ഭക്തരെ മുന്നോട്ട് വിടുന്നുണ്ട്, അനുസരിച്ച് തടയുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ മുന്നോട്ട് വിടുന്നുണ്ട്. പിന്നെ അവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് കേട്ടോ. നല്ല തിരക്കാണെന്നാണ് അറിഞ്ഞത്. മുന്നോട്ട് ഞാൻ ചോദിച്ചിരുന്നു പോലീസുകാരോട്. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കാണ്, ഒരു രക്ഷയില്ല. ഇപ്പം നേരം പയ്യെ ഇരുട്ടി തുടങ്ങി കേട്ടോ. ഇപ്പം ഞങ്ങൾ കുറച്ചെല്ലാം മുന്നോട്ട് വന്നു. ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇടതുവശത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ചെറിയൊരു സന്നിധാനത്തിൻ്റെ വെളിച്ചമൊക്കെ കാണാൻ പറ്റും. പിന്നെ ഞാൻ കണ്ടില്ലേ, ഇപ്പം നമ്മളാ മേളിൽ നിന്ന ഭാഗത്തേക്ക് പിന്നെ താഴത്തേക്ക് റൗണ്ട് അടിച്ച് വന്നിരിക്കുകയാണ്. ഇപ്പോൾ പയ്യെ മുന്നോട്ടേക്ക് വിടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ സന്നിധാനത്തിൻ്റെ ആ ഒരു അടുത്തെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ മുന്നോട്ടേക്ക് ഇപ്പോൾ വിടുന്നുണ്ട്. പയ്യെ മുന്നോട്ടേക്ക് വിടുന്നുണ്ട്. പക്ഷെ അവിടെ നല്ല തിരക്കാണെന്ന് പറഞ്ഞു. ഇവിടെ തേങ്ങ വിൽക്കുന്നുണ്ട്. 25 രൂപയുള്ളൂ. അങ്ങനെ ഞങ്ങൾ നടപ്പന്തലിലൂടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഉണ്ട് വലിയ 2 ഫാനൊക്കെ ഉണ്ട്. ഇവിടെ ഭയങ്കര തിരക്കാട്ടോ, ഒരു രക്ഷയില്ല. ഇവിടെ നല്ല ബ്ലോക്കാണ്. ഇപ്പോൾ 1 മണിക്കൂറായി ഞങ്ങൾ നിൽക്കാൻ തുടങ്ങിയിട്ട്. നല്ല തിരക്കാണ്. ഇഷ്ടംപോലെ ഭക്തരുണ്ടെന്ന്. അവിടെ നിന്ന് ചെണ്ടമേളമൊക്കെ വെക്കുന്നുണ്ട്. അത് ഞങ്ങളവിടെ നോക്കാൻ, പക്ഷെ ഒന്നും കാണാനൊന്നുമില്ല. എനിക്ക് ഗുഡ് ഡേ ബിസ്ക്കറ്റ് കിട്ടിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ കൊടുക്കുന്നതാണ് സൗജന്യമായിട്ട്. ആ പുള്ളിയാണ് അത് കൊടുക്കുന്നത്. വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ. തിരക്ക് ഒരു രക്ഷയില്ല, മുന്നോട്ട് നീങ്ങുന്നേ ഇല്ല കേട്ടോ. ഇവിടെ ഉണ്ടല്ലേ സ്വാമി ശരണം തത്വമസി എന്ന് പറഞ്ഞ ബോർഡൊക്കെ ഉണ്ട്. വലിയൊരു ഡിസ്പ്ലേ ബോർഡുണ്ട് ഇവിടെ. അങ്ങനെ ക്യൂ മുന്നോട്ട് നീങ്ങി ഞങ്ങളത് പാഴിയുടെ അവിടെ എത്തി. മുന്നിൽ കാണുന്ന നമ്മുടെ 18-ാം പടിയാണ്. അയ്യോ രക്ഷയില്ല കേട്ടോ, ഭയങ്കര തിരക്കാണ്. തിരക്കോട് തിരക്കുന്ന തിരക്കൊന്ന് ശനിയാഴ്ച ദിവസമാണല്ലോ, അതാണ്. അങ്ങനെ ഞങ്ങൾ തേങ്ങയൊക്കെ എറിഞ്ഞ് ഞങ്ങൾ 18-ാം പടി ചവിട്ടാൻ പോവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ദർശനമൊക്കെ കഴിഞ്ഞു. നല്ല ദർശനമായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ 18-ാം പടി കയറാനായിട്ട്. പോലീസുകാരൊക്കെ എടുത്ത് ഏന്തി വിടുമായിരുന്നു. അവരുടെ ഒരു കഷ്ടപ്പാട് നമ്മൾ സമ്മതിക്കണം. അങ്ങനെ നമ്മുടെ ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മളുടെ സോപാനത്തിൻ്റെ അവിടെ തന്നെ ഉണ്ട്. ഇവിടെ ആൾക്കാരൊക്കെ ചുറ്റും നിൽപ്പുണ്ട്, എന്താ അറിയില്ല. പക്ഷെ നല്ലൊരു തിരക്കാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് ആഴിയുടെ ഭാഗത്തേക്ക് നെയ്ത്തേങ്ങ പൊട്ടിച്ചത് ബാക്കി അറിയാമെന്നിരിക്കുകയാണ്. കണ്ടു, ഇവിടെയാണ് അപ്പാരാണോ കൗണ്ടർ കേട്ടോ. നമുക്ക് മുന്നോട്ട് മാളിയപ്പുറം ഭാഗത്തേക്ക് പോകണമെങ്കിൽ ഞങ്ങളങ്ങനെ മാളിയപ്പുറം ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ തിരക്കുണ്ട് അത്യാവശ്യം. അങ്ങനെ അവിടുത്തെ ദർശനം കഴിഞ്ഞു. പക്ഷെ അവിടെ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല, ഭയങ്കര തിരക്കായിരുന്നു. അവിടെ വീഡിയോ വയ്ക്കാൻ പോലും സാധ്യമില്ല കേട്ടോ. രാത്രി ഭക്ഷണം കഴിക്കാനായിട്ട് ഞങ്ങളൊരു ഹോട്ടലിൽ കയറിയിരിക്കുകയാണ്. അല്ലേ, മസാല ദോശ വട. ഞങ്ങൾ 3 പേരും മസാല ദോശയും വട കേട്ടോ പറഞ്ഞു. ഒരു സെറ്റിന് 75 രൂപയായി, ചായ ഉൾപ്പെടെ. അങ്ങനെ ഒരു ഡയറി മേടിച്ചിരിക്കുകയാണ്. ഇതിന് 80 രൂപ കേട്ടോ. അങ്ങനെ ഞങ്ങൾ അപ്പാരോണ കൗണ്ടറിൽ എത്തിയിരിക്കുന്നത്. മാളിയപ്പുറത്തിനോട്ടുള്ള അപ്പാരോണ കൗണ്ടറാണ്, ചെറിയ കൗണ്ടറാണ്. ഇവിടെ ക്യാഷ് മാത്രം എടുക്കണമെന്നേ അറിഞ്ഞത്. അങ്ങനെ ഞാൻ ഇത് എടുത്ത് 5 അരോണയും 2 അപ്പം, മൊത്തം 590 രൂപയായി. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നില്ല കേട്ടോ, കാരണം വീഡിയോ വയ്ക്കാൻ സ്ഥലമില്ല. ഞങ്ങൾ തിരിച്ചു പോവാണ്, ഇവിടുന്ന് മല ഇറങ്ങാൻ പോവാണ്. ഞങ്ങളിത് വേറെ വഴികളാണ്. ഞാൻ ഈ വഴികൂടെ ആദ്യമായിട്ട് ഇറങ്ങാൻ മതി. പമ്പ നേരെ ബോർഡ് അടപ്പം ഇടുക. ഇതിപ്പോൾ വേറെ സ്റ്റെപ്പൊക്കെ കയറി പോകുന്ന വേറൊരു വഴി കേട്ടോ. ഞാൻ ഈ വഴികൂടെ ആദ്യമായിട്ടാണ് പോകുന്നത്. ചുറ്റിനും കാടാണ്. ഇത് റെഗുലേറ്റർ ഹൗസിൻ്റെ വഴിക്കുള്ള പുറകിലേക്കുള്ള വഴി കേട്ടോ. അപ്പോൾ അതവിടെ ഒരു മ്ലാവ് നിൽപ്പുണ്ട്. ഞാൻ മാക്സിമം ക്യാമറ എടുക്കാൻ നോക്കി, കിട്ടുമെന്നറിയില്ല, നോക്കട്ടെ. അപ്പോൾ നമ്മൾ മുന്നോട്ടേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മല ഇറങ്ങാൻ പോവാണ്. കുറച്ചേരം വിശ്രമിച്ചെടുത്ത് അവിടെ ട്രാക്ടർ, ഈ വഴി ട്രാക്ടർ വരുന്ന വഴിയാണ്. അതിനകത്ത് ചരക്ക് നീക്കം ഭയങ്കരമായിട്ട് നടക്കുന്ന ഇതുപോലത്തെ ട്രാക്ടറുകളുകൊണ്ടാണ് കേട്ടോ. ഇത് രാത്രി ഷിഫ്റ്റിൽ ഓടിക്കുന്നവരാണ്. ഞാനത് മുന്നോട്ട് കണ്ടില്ല. ഇത് വലിയൊരു മരം കണ്ടത്, എന്നാ വലിപ്പമുള്ള, എൻ്റെ വേറെ കണ്ടൊരു മാതിരി. ഇത് ഭയങ്കര വലിപ്പമുള്ള 2 മരങ്ങൾ കേട്ടോ ഓപ്പോസിറ്റ് നിൽക്കുന്നത്. പേരെഴുതിയിട്ടുണ്ട്, എന്ത് മരമൊന്നും ഒരു പിടുത്തമില്ല. നമ്മളല്ല, ട്രാക്ടർ നീങ്ങുന്ന വഴിയാണ്. നമ്മളിപ്പോൾ ആ വഴി നേരെ കാണുന്ന വഴി, പമ്പ നേരെ എന്ന് പറഞ്ഞ ബോർഡുണ്ട്. അപ്പോൾ ആ വഴി ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. അതാണ് സ്വാമി അയ്യപ്പൻ റോഡ്. ഞങ്ങൾ രാത്രി മല ഇറങ്ങുന്നവരുണ്ട് കേട്ടോ. പൊതുവെ ആൾക്കാർ കുറവാണ്, പക്ഷെ രാത്രി ഇറങ്ങുന്നവരുണ്ട്. ഞാൻ ആദ്യമായിട്ട് രാത്രി മല ഇറങ്ങുന്നത്.
ആൾക്കാർ കയറുന്നുണ്ട്, കാരണം രാവിലെ നിർമ്മാല്യം തൊഴാനായിട്ട് കയറുന്നവരുണ്ട്. ഉണ്ട്, ട്രാക്ക് വരുന്നുണ്ട് കേട്ടോ. കാർട്ടണാണ്, കരോണ കാലത്ത് കൊണ്ടുവന്ന് കാർട്ടണാണ് കൊണ്ടുപോയത്. നമ്മളിപ്പോൾ ഒരു പൊരിയൊക്കെ മേടിച്ച് 150 രൂപ കേട്ടോ, 3 ലിറ്റർ പൊരി, ഒരു മിക്സറും. അങ്ങനെ ഞങ്ങളെ പമ്പയുടെ ഭാഗത്തേക്ക് പയ്യെ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ക്ഷീണമുണ്ട്, കാലിന് നല്ല വേദനയുണ്ട്, കാരണം ഇറങ്ങാൻ നമ്മൾ പിടിച്ചുകൊണ്ടുള്ള ഇറങ്ങുന്നുണ്ട്. ചുറ്റിനും വാഹനമാണ്, ട്രാക്ടറൊക്കെ ഉണ്ട്. ട്രാക്ടർ കയറി പോകണ്ട, അത് ഒന്നുമില്ല നമുക്ക്. ട്രാക്ടറിൻ്റെ ബഹളമാണ് സത്യം പറഞ്ഞത്. ഒരെണ്ണം അങ്ങോട്ട് പോകുമ്പോൾ ഒരെണ്ണം ഇങ്ങോട്ട് വരും. നമ്മൾ നോക്കി വന്നതിന് ചിലപ്പോൾ എൻ്റെ വീട് നമ്മുടെ കാലയുടെ മേളിൽ കൂടെ കയറിപ്പോയി. അങ്ങനെ ഞങ്ങൾ പമ്പയുടെ അവിടെ എത്തിയിരിക്കാൻ കേട്ടോ. പമ്പയിലെത്തിയിരിക്കുകയാണ് ഞങ്ങൾ തിരിച്ച്. ഇപ്പോൾ സമയം വെളുപ്പിന് 2 മണിയായി. അങ്ങനെ നമുക്കിനി പമ്പ KSRTC ബസ് സ്റ്റാൻഡ് ലക്ഷ്യമാക്കി നീങ്ങാം. നമ്മൾ വന്ന വഴിയാണ് കേട്ടോ അത്. അങ്ങോട്ടേക്ക് അയ്യപ്പന്മാർ പോകുന്നുണ്ട്. ഈ ഇന്നലത്തെക്കാളും തിരക്കാണ് കൂടുതലെന്ന് തോന്നുന്നത്. ഭയങ്കര തിരക്കാണ്, ഞായറാഴ്ചയോടും കൂടിയല്ലേ. നമ്മൾ വന്ന ആ ഒരു പാലത്തിൻ്റെ വഴി കൂടെ അല്ല പോകുന്നത്, നമ്മൾ തിരിച്ച് വേറെ സൈഡിൽ കൂടെ പോകുന്നത്. അവരൊന്നും പോലീസുകാരാണ് ചോദിച്ചായിരുന്നു. നമുക്ക് മുന്നോട്ടേക്ക് പോകാം. അവിടെ ഒരു വലിയ പന്തലൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ തിരിച്ച പാലത്തിലേക്ക് കയറി നമ്മൾ മുന്നോട്ടേക്ക് പോവുകയാണ്. ഇവിടെ കണ്ടില്ല, അപ്പം ഇപ്പോഴും ആൾക്കാർ കുളിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ആൾക്കാർ എപ്പോഴും കയറുന്നുണ്ട്, മല കയറുന്നുണ്ട്. നല്ല ഒഴുക്കുണ്ട് കേട്ടോ. വടം വെച്ച് കെട്ടിയിട്ടുണ്ട് ഒരു സൈഡ് വരെ നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല അതിനകത്ത്. അങ്ങനെ ഞങ്ങൾ ആ കയറ്റം കയറി ഞങ്ങൾ KSRTC സ്റ്റേഷൻ നേരെ ആ വഴി ഞങ്ങൾ പോവാണ്. ഇവിടെ ചെയിൻ സർവീസിൻ്റെ ഭാഗമാണ് വരുന്നു. ചെയിൻ സർവീസ് മുതൽ ആ റൗണ്ട് അടിച്ച് ഇവിടെ നിർത്തി അങ്ങനെ ആളെടുത്താൽ പോകത്തുള്ളൂ. പക്ഷെ ഞങ്ങൾ KSRTC സ്റ്റേഷനിലേക്ക് പോകാം, അത് സീറ്റ് പിടിക്കണമല്ലോ. അങ്ങനെ ഞങ്ങൾ പമ്പ KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് എത്തിയിരിക്കുകയാണ്. ബസ് കയറണം ഇനി. ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഒരു കോട്ടയം ബസ് കിടപ്പുണ്ട്, അതൊന്നും നോക്കിയില്ല, അതൊക്കെ ചാടി കയറി. ഇവിടെ അത്യാവശ്യം ബസ്സുകളൊക്കെ ഉണ്ട്, അവിടെ അത്യാവശ്യം തിരക്കുണ്ട്. അവിടെ ഒരു കാട്ടുപന്നി ഇവിടെ കറങ്ങുന്നുണ്ട്, കാണാൻ പറ്റുക. അങ്ങനെ ഞങ്ങളുടെ ബസ് ഇവിടെ നിന്ന് എടുത്തിരിക്കുകയാണ് കേട്ടോ. ഇത് എരുമേലി വഴി പോകുന്ന ബസ്സാണ്. നമ്മൾ വന്നത് പത്തനംതിട്ട വഴി, നമ്മൾ പോകുന്നത് എരുമേലി വഴി. ഇതൊരു ഡീലക്സ് ബസ്സൊക്കെ വരുന്നുണ്ട്. നിലയ്ക്കൽ പമ്പ സർവീസൊക്കെ ഓടുന്നത് എന്താണല്ലേ, ലോങ് പോകുന്ന വണ്ടിയാണ്. അതൊക്കെ ഇപ്പോൾ നിലയ്ക്കൽ പമ്പ ചെയിൻ സർവീസായിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ ഒരു ബസ് കിടപ്പുണ്ട്, അത് ഇതാണോ നിലയ്ക്കൽ പമ്പ ചെയിൻ സർവീസാണ്. ഇപ്പുറത്ത് കിടക്കുന്നത് സ്റ്റേഷൻ സർവീസാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ആ തിരിച്ച റൗണ്ടിൻ്റെ ഭാഗത്തേക്ക് പോകും. ഞാൻ പറഞ്ഞില്ല, അവിടെ നാളെ എടുത്താൽ പോകത്തുള്ളൂ. നമ്മൾ വന്ന് സീറ്റ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, അത് വേറെ വശം. അങ്ങനെ നമ്മൾ ആ റൗണ്ടിൻ്റെ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബസ് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, കണ്ട ബസ്സൊക്കെ ഇപ്പോൾ തിരിച്ചവർക്ക് പോവാണ്. ഇവിടെ ഒരു തമിഴ്നാടിൻ്റെ ബസ്സൊക്കെ വന്നിട്ട്, ഇത് നാഗർകോവിലിൽ നിന്ന് പമ്പയ്ക്ക് വന്ന ബസ്സാണ് കേട്ടോ. ഒരു സ്പെഷ്യലായിട്ട് ഇട്ടതാണ്. ഇവിടെ ലോ ഫ്ലോർ ബസ്സൊക്കെ കിടപ്പുണ്ട്. തൊട്ട് പുറകിലൊരു ചെങ്ങന്നൂർ വണ്ടി കിടപ്പുണ്ട്. പിന്നെ ബാക്കിൽ നിലയ്ക്കൽ പമ്പ ചെയിൻ സർവീസ്, പിന്നെ ഒരു വണ്ടി ഓവർടേക്ക് വരും. ഞാൻ പറഞ്ഞില്ല, ബസ്സിൻ്റെ ബഹളമാണല്ലോ. കാരണം KSRTCക്ക് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത് മണ്ഡലകാലത്തിനാണ്. പൊതുവെ ഇതുള്ള സർവീസ് കഴിയുമ്പോൾ നല്ല വരുമാനം കിട്ടുന്നുണ്ട്. കാരണം വലിയ വാഹനങ്ങളൊക്കെ പമ്പയിൽ പാർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവിടെ പമ്പ വരാമത്ത് നേരെ തിരിച്ച് നിലയ്ക്കലിലേക്ക് കൊണ്ട് പാർക്ക് ചെയ്യുന്നത്. നല്ല തിരക്കുണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല. ഇന്നലത്തെക്കാളും കൂടുതൽ തിരക്കുണ്ടെന്നാണ്, ഞായറാഴ്ചയാണല്ലോ. അങ്ങനെ നമ്മളവിടെ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. ഇത് നിലയ്ക്കൽ സർവീസ് വരുന്നുണ്ട്, ആളെടുക്കാൻ പോകുന്നതാണത്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തു. പമ്പയിൽ നിന്ന് കോട്ടയം വരെ 190 രൂപയായി. എരുമേലി രാത്രി ഉണ്ടൊന്നും കാണത്തില്ല, അതാണ് മെയിൻ പ്രശ്നം. രാത്രി ഷൂട്ട് ചെയ്യാൻ അധികം കാഴ്ചകളൊന്നുമില്ല, കാരണം മൊത്തം ഇരുട്ടാണല്ലോ. അപ്പോൾ കുറച്ച് നേരം കൂടെ നമുക്ക് ഉറങ്ങാം.
അങ്ങനെ ഞാൻ കുറച്ച് നേരം ഉറങ്ങിയിട്ട് കഴിഞ്ഞിട്ട് പോയി നമ്മുടെ ഏരിയമേൽ KSRTC ബസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് കേട്ടോ. അയ്യപ്പന്മാരുടെ തിരക്കുണ്ട്, അതിൻ്റെ ലക്ഷണമാണ് ചെണ്ടകളാണോ നമുക്ക് കേൾക്കുന്നത്. എരുമേലിലെ പാർക്കിംഗ് ഗ്രൗണ്ടാണ് കേട്ടോ കാണുന്നത്. അവിടെ അത്യാവശ്യം ബസ്സുകളുണ്ടെന്ന് തോന്നുന്നു. അവിടെ ബസ് കിടപ്പുണ്ട്, ഇഷ്ടംപോലെ ബസ് കിടപ്പുണ്ട്. ഇവിടെ നിന്ന് കാണാതെ ഇഷ്ടംപോലെ ബസ് കിടപ്പുണ്ട്. അത് ഇതാണ് എരുമേലി വാവർ മസ്ജിദ്, അതായത് എരുമേലി പള്ളി. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോവാണ്. രാത്രി രണ്ട് മെയിനായിട്ടൊന്നും കാണാനൊന്നും പറ്റത്തില്ല. പക്ഷേ നമ്മൾ കുറച്ച് നേരം പിന്നെ കിടന്ന് ഉറങ്ങിയപ്പോൾ ഞാൻ എഴുന്നേറ്റപ്പോൾ ഇത് കോട്ടയം റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. കോട്ടയം റെയിൽവേ സ്റ്റേഷൻ സൈഡിൽ കാണുന്നത്. ഇപ്പോൾ ഇവിടെ നല്ല വികസനം വന്നു. നേരത്തെ ഞാൻ അവിടെ ഉള്ള സമയത്ത് അധികം വികസനമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എത്തും നമ്മൾ കോട്ടയം KSRTC ബസ് സ്റ്റേഷനിലേക്ക്. കുറച്ച് മുന്നോട്ട് പോയി വെച്ചാൽ ഒരു 1.5 കിലോമീറ്റർ അടുത്ത് പോയി വെച്ചാൽ അവിടെ ട്രാവലറൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നാഗമ്പടം ബസ് സ്റ്റേഷനിൽ ഇപ്പോൾ എത്തും നമ്മൾ. അവിടുത്തെ ഒരു മെയിൻ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണത്. ഇതാണ് നാഗമ്പടം ബസ് സ്റ്റാൻഡ്. ഇവിടെ അത്യാവശ്യം അതുകൊണ്ടല്ലേ ഇഷ്ടംപോലെ ബസ് പാർക്ക് ചെയ്തിട്ട് അവിടെ രാവിലെ പുറപ്പെടാനുള്ള ഓരോ സ്ഥലത്തേക്കൊക്കെ. പണ്ട് ഞാൻ കോട്ടയത്ത് പഠിച്ചിട്ടിരുന്നപ്പോൾ ഇതിലൊക്കെ നടന്നതിനെ കൈയും കണക്കുമില്ല. അത്ര നല്ലൊരു പരിചയമുള്ളൊരു സ്ഥലമാണ് കോട്ടയം. അത്ര എന്താ പറയുക, കുറേ നാളെ അവിടെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് വരുമ്പോൾ വല്ലാത്തൊരു നൊസ്റ്റാൾജിയ എന്നൊക്കെ പറഞ്ഞത്. നമ്മുടെ കോട്ടയം റൗണ്ട് ശാസ്ത്ര റോഡിൽ നിന്ന് തിരിഞ്ഞിട്ട് നമ്മൾ നേരെ കോട്ടയം KSRTC ബസ് സ്റ്റേഷനിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. കുറച്ചുകൂടെ മുന്നോട്ട് പോകാനുണ്ട്. ഇവിടെ നേരം എടുത്ത് ആൾക്കാർ തിരക്ക് കൂടി വരുന്നേ ഉള്ളൂ ഇവിടെ. നമ്മൾ കോട്ടയം KSRTC ബസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അവിടെ ബസ്സൊക്കെ കിടപ്പുണ്ടത്. അപ്പോൾ രാവിലെ നിന്ന് ചായ കുടിക്കാം. നിങ്ങൾക്ക് ചേർത്തല ബസ് കയറണം. ഇവിടെ അത്യാവശ്യം ബസ്സുകളൊക്കെ കിടപ്പുണ്ട്, പല സ്ഥലത്തേക്കും പുറപ്പെടാനുള്ളതാണ്. ഇവിടെ ഒരു KSRTCയുടെ ഒരു മഹാരാജ വന്നിരിക്കുന്നത്, ഗരുഡ മഹാരാജ. ഇത് ബാംഗ്ലൂരിൽ നിന്ന് സേലം പാലക്കാട് വഴി വരുന്ന ബസ്സാണ് കേട്ടോ. അവിടെ വേറെ തൃശ്ശൂർ വണ്ടി മൂന്ന് കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ചേർത്തല വണ്ടി കിട്ടി, 7:05 ചേർത്തല ബസ് കിട്ടി. അപ്പോൾ വലിയ ചാടി കയറി നോക്കിയില്ല. എത്ര പെട്ടെന്ന് ഇതൊക്കെ എന്ന് പണി തീരാനാണോ ഈ സാധനത്തിൻ്റെ ഒക്കെ. അപ്പോൾ നമ്മൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ബസ് പോകുന്നത് കുമരകം വഴിയല്ല, ഇത് മെഡിക്കൽ കോളേജ് നീണ്ടൂർ കല്ലാറ് വഴിയാണ് പോകുന്നത് കേട്ടോ. വേറെ റൂട്ടാണ് പോകുന്നത്. പിന്നെ മീനച്ചിലാറാണ് കാണുന്നത്. ആണ് നമ്മൾ മെഡിക്കൽ കോളേജ് ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഞായറാഴ്ച തിരക്ക് കുറവുണ്ടാകുന്ന വെച്ചാൽ കുറവുണ്ടാവില്ല. ഈ സമയത്ത് തിരക്ക് കുറവായിരിക്കും ബസ്സിൽ കയറാനായിട്ട്. പണ്ട് ഇടയ്ക്ക് ഞാൻ ഈ വഴിയൊക്കെ വരുമായിരുന്നു. കാരണം ഏറ്റുമാനൂരിൽ വഴി വരുന്ന ബസ്സൊക്കെ ചിലതൊക്കെ മെഡിക്കൽ കോളേജ് ബസ് സ്റ്റാൻഡിൽ കയറി വരുന്നു. ഞാൻ നമ്മൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നീണ്ടൂരൊക്കെ കഴിഞ്ഞു. ചുറ്റിനും പാടമുണ്ട്, പച്ചപ്പാണ് അവിടെ പൊതുവിടെ. നേരം എടുത്ത് വരുമ്പോൾ പച്ചപ്പിനെ ഭംഗി നല്ല എടുത്ത് കാണിക്കും. നമ്മൾ ഇടയാഴമൊക്കെ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബണ്ട് റോഡ് ജംഗ്ഷനെത്തി. ഇത് ബണ്ട് റോഡ് ജംഗ്ഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് കോട്ടയത്തേക്ക് തിരിഞ്ഞു പോകാം. ഇവിടുന്ന് ഏറ്റുമാനൂർ അങ്ങനെ വേറെ സൈഡിലേക്കും തിരിഞ്ഞേക്ക് പോകാൻ പറ്റും. അങ്ങനെ ബണ്ട് റോഡ് ജംഗ്ഷൻ്റെ പ്രത്യേകത. അങ്ങനെ നമ്മൾ തണ്ണീർമുക്കം ബണ്ട് കയറാൻ പോവാണ്. അപ്പോൾ നമ്മൾ തണ്ണീർമുക്കം ബണ്ടിൻ്റെ പാലത്തിൻ്റെ അവിടെ എത്തി. നമ്മളിതിപ്പോൾ ഇതാണ് തണ്ണീർമുക്കം ബണ്ട്. നല്ല കാഴ്ച കണ്ടു ഇവിടുന്ന് എന്നൊക്കെ പറഞ്ഞാലും. പണ്ട് എപ്പോഴും ഞാനതിൽ പോയിക്കൊണ്ടിരുന്നതാണ്. നല്ല കായൽ കാഴ്ചയാണ്. നേരം വെളുത്ത് വരുമ്പോൾ ഒരു കായലിൻ്റെ വ്യൂ നല്ല രീതിയിലെടുത്ത് കാണിക്കും. അങ്ങനെ നമ്മൾ തണ്ണീർമുക്കം ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. അവിടെ ഒരു ബസ് കിടപ്പുണ്ടെന്ന് തോന്നുന്നത്.
അവിടെ ഒരു ബസ്സുണ്ട്. ഇത് കോട്ടയത്തേക്ക് പോകുന്നത്, ആലപ്പുഴയിൽ നിന്ന് വരുന്ന വണ്ടിയാണിത്. നമ്മളിപ്പോൾ റൗണ്ട് അടിച്ചാൽ മരത്തിന് റൗണ്ട് അടിച്ചാണ് ബസ് സാധാരണ നിർത്താറ്. അങ്ങനെ കാർത്തിക എന്ന് പറഞ്ഞൊരു പ്ലേറ്റ് ബസ് ഇവിടെ കയറി വരുന്നുണ്ട്. ഇത് കോട്ടയത്തേക്ക് പോകുന്ന വണ്ടിയാണ് കേട്ടോ, ചേർത്തലയിൽ നിന്ന്. ഇപ്പോൾ നമ്മളിവിടെ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. കുമരകത്തിൻ്റെ പാലം പണി നടക്കുന്ന കാരണം മിക്ക വണ്ടിയും ഈ നീണ്ടൂർ വഴിയൊക്കെ പോകുന്നതാണ് ഞാൻ അറിഞ്ഞത്. അതിവിടെ ഒരു കോട്ടയ്ക്കൽ ആരോഗ്യശാലയൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മളിവിടെ നിന്ന് വിട്ടിരിക്കുകയാണ്. നമ്മുടെ വന്ന വഴിയാണിത്. ആ ജംഗ്ഷൻ റൈറ്റിൽ നമ്മൾ വന്ന് കോട്ടയം ഭാഗത്ത് നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞ് നമ്മുടെ ചേർത്തല ഭാഗത്തേക്ക് പോകും. ഒരു ബസ് വരുന്നുണ്ട്, തിരുവല്ല ബസ്സാണത്. കോട്ടയം ചെന്നിട്ട് കോട്ടയത്ത് നിന്ന് എം സി റോഡ് ചങ്ങനാശ്ശേരി വഴി തിരുവല്ലയ്ക്ക് വന്ന ബസ്സാണ് കേട്ടോ അത്. അങ്ങനെ നമ്മൾ തിരിച്ച് ചേർത്തല KSRTC ബസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് കേട്ടോ. സമയം ഇപ്പോൾ കറക്റ്റ് 9 മണിയായി. അങ്ങനെ നമുക്ക് അടുത്ത ബസ് പിടിക്കണം. തോപ്പുംപടി ബസ്സിൽ കയറി വീട്ടിൽ പോവാം. അങ്ങനെ നമുക്കൊരു ബസ് കിട്ടിയിരിക്കുകയാണ്. തോപ്പുംപടി ബസ് തന്നെ കിട്ടി കേട്ടോ. നമ്മൾ സാധാരണ റൈറ്റ് തിരിഞ്ഞാൽ പോവാറ്. ഇതിപ്പോൾ അവിടെ വർക്ക് കിടക്കണം, ലെഫ്റ്റ് തിരിഞ്ഞാൽ അവിടെ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഹൈവേയിലേക്ക് കയറിയിരിക്കുകയാണ്. ഹൈവേയുടെ വർക്കൊക്കെ നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ. ഇപ്പോൾ ദേശീയപാത മിക്ക സ്ഥലത്തും വികസനം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് ഓരോ ഫ്ലൈ ഓവറിന് തൂണും വൺ സൈഡ് റോഡൊക്കെ നമുക്ക് പൊതുവെ കാണാൻ പറ്റും. പൊതുവെയുള്ള കാഴ്ചയാണ് ഇപ്പോൾ കേരളത്തിൻ്റെ വടക്ക് മുതൽ തെക്ക് വരെ. കണ്ടില്ലേ, ഇവിടെ ഒരു സൈഡിൽ റോഡ് ഫുള്ള് മാറ്റി ഇപ്പുറത്തെ റോഡ് പുതിയിട്ട് അപ്പുറത്തെ റോഡ് ഒരു സെറ്റ് ചെയ്യണം. ഇഷ്ടംപോലെ ബിൽഡിങ്ങും ഇഷ്ടംപോലെ വീടിൻ്റെയൊക്കെ സൈഡിലൊക്കെ സ്ഥലം പോയിട്ടുണ്ട് കേട്ടോ അവർക്ക്. കാരണം ഹൈവേ ഏറ്റെടുത്തിരിക്കുകയാണല്ലോ. അങ്ങനെ നമ്മൾ ഫ്ലൈ ഓവറിന് വർക്ക് എടുക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. തുറവൂർ അരൂർ. നമ്മളിപ്പോൾ കുത്തിയോട്ടിൽ ബസ് ഇറങ്ങും. നമ്മൾ പോയ സ്ഥലത്ത് തന്നെ തിരിച്ചൊന്ന് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിൽ പോകും. അപ്പോൾ ശബരിമല വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ മറ്റൊരു ദിവസം വരെ കാണുമ്പോഴേക്കും ഓക്കെ ദെൻ ബൈ.